ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ എല്ലാവർക്കും ഈദ് മുബാറക്. ഇന്നല്ല ഈദ്, പക്ഷേ ഇന്ന് മാസം കണ്ടു. നാളെയാണ് ഈദ്. ഓക്കെ, ആൻഡ് അതിനുള്ള പ്രിപ്പറേഷനിലാണ്. ഇതാരിങ്ങനെ ഓരോ നാട്ടിലെടുത്ത് അവരും ഇങ്ങനെ അവന് കരയുക, മൈലാഞ്ചി വേണം. ഞാൻ പറയാം, വോയിസൊക്കെ മൈലാഞ്ചി ഇടൂല, വോയിസൊക്കെ നല്ല സ്റ്റൈലായിട്ട് നടക്കലാണ്. വാച്ചൊക്കെ കയ്യിൽ കിട്ടിയിട്ട് നാളെ അങ്ങനെ പറഞ്ഞപ്പോൾ ഒന്നും പറ്റില്ല. അവനക്ക് മൈലാഞ്ചി ഇടണം പറഞ്ഞു. പിന്നെ ബിഗ് ആവുമ്പോഴത്തേക്ക് പിന്നെ ഇട്ടാൽ പറ്റില്ല. ഞാൻ എന്ത് ചെയ്തു, ഓനക്ക് മറ്റേ അലീനയാണ് ഇട്ട് കൊടുത്തത് കേട്ടോ. ഓനക്കൊരു സ്പൈഡർമാൻ്റെ വല വേണം പറഞ്ഞിട്ട് ഞാൻ സ്പീഡിൽ ഇതാ എന്തൊക്കെയൊക്കെ കാണുന്നുണ്ടോ, എന്തൊക്കെയൊക്കെ വരച്ച് കൂട്ടി കൊടുത്തിട്ടുണ്ട്. ഞാനുള്ള പ്രിപ്പറേഷൻസിലാണ്. ഞാൻ എന്ത് ഇടുന്ന ടൈമില്ലല്ലോ, വേഗം ചെയ്യണം മൈലാഞ്ചിക്ക്. അപ്പം ഞാനിവിടെ സ്റ്റെൻസിൽസാണ് ഉപയോഗിക്കുന്നത്. സ്റ്റെൻസിൽസാണ് ഞാൻ ഇവിടെ ഉപയോഗിക്കുന്നത്. പിന്നെ എന്തൊക്കെ സാധനങ്ങളാണ് ഇടുന്നത് എന്നൊന്നും എനിക്കൊരു പിടുത്തമില്ല. ഞാനിതാ എന്തെങ്കിലുമൊക്കെ കുറേ സാധനങ്ങൾ ഇപ്പോൾ എടുത്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നിറഞ്ഞ പാടെ എൻ്റെ മേക്കപ്പ് ബോക്സും നാളെ ഇടുന്നുണ്ട്. ആ സാധനമൊക്കെ ഒരു പെട്ടിയിലേക്ക് വെച്ചിട്ടാം. മേക്കപ്പ് ബോക്സിലാണ് എല്ലാ ഡെലിഷ്യസ് ആയിട്ടുള്ള സാധനങ്ങൾ. അതിങ്ങനെ കാണില്ല, അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യാം, ഓരോ കയ്യിൽ എടുത്തിട്ട് ഇങ്ങനെ കാണിച്ചു. ഇതിൻ്റെ കുഞ്ഞ് നെയിൽ സെറ്റാണ്. നെയിൽ സെറ്റ് പറയുമ്പോൾ മറ്റേ നമ്മളിവിടെ ഇതാണ് കേട്ടോ, നമ്മളെ നഖമൊക്കെ വെട്ടാനുള്ള സാധനങ്ങളൊക്കെ ഉള്ള ഒരു നെയിൽ സെറ്റാണ്. അതൊക്കെ പപ്പ തന്നത്, മേടിച്ചതാണ്. പിന്നെ ബ്ലഷാണ് അത്. പിന്നെ നെയിൽസ് കേട്ടോ, ബാർബി കോംസിൻ്റെ നെയിൽസാണ്. കുറേ നെയിൽസ് കൈമൊട്ടിക്കണം അതൊക്കെ. പിന്നെ കുറച്ച് ഇതൊക്കെ ഉണ്ട്. അതിന് കണ്ടോ, എൻ്റെ കയ്യിലൊക്കെ മൈലാഞ്ചിക്ക് ഒരു രീതിയായിട്ടുണ്ട്. പിന്നെ എനിക്ക് തോന്നി ഞാൻ ഇടണ കയ്യിന് പിന്നെ പറയുമ്പോൾ ഞാൻ ഇതാക്കുന്നത് മൈലാഞ്ചിക്ക് ഇതാക്കി ഞാൻ ഇടുമ്പോഴത്തേന് കുറേ മായ്ച്ച് ഇതാക്കി കുറേ ടൈം അങ്ങനെ പോകും. അതുകൊണ്ട് ഞാൻ വിചാരിച്ചു ഞാൻ ഇടണ്ട, സ്റ്റെൻസിൽ വെച്ച് ഒട്ടിച്ചിട്ടത്. അതുകൊണ്ട് തന്നെ പിന്നോട്ട് മറ്റൊരു പൈസ